Hello everyone, welcome to Jupiter SSLC. It's me, your Nafi. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സോഷ്യൽ സയൻസ് എക്സാമിന് 100% ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ നമ്മൾ വന്നത്. മറ്റൊന്നുമല്ല, മാപ്പ് മാർക്കിംഗ് അഥവാ ഭൂപടത്തിൽ രേഖപ്പെടുത്തൽ. മൊത്തം 4 മാർക്കിനാണ് മക്കളെ നിങ്ങൾക്ക് എന്ത് ചോദിക്കുക? മാപ്പ് മാർക്കിംഗ് ചോദിക്കട്ടെ. 4 മാർക്കിന് ചോദിക്കുന്ന മാപ്പ് മാർക്കിംഗ് നമ്മൾ ഇന്ന് പുഷ്പം പോലെ പഠിച്ചെടുക്കാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് 100% ഉറപ്പാണ് എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഷെയർ ചെയ്യട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. കാര്യം നമ്പർ 1, നിങ്ങൾ ഹിസ്റ്ററിയിലെ എത്ര കമ്പൽസറി ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? കാര്യം നമ്പർ 2, നിങ്ങൾ ജോഗ്രഫിയിലെ എത്ര കമ്പൽസറി ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? അതൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മാപ്പ് മാർക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. മൊത്തം 4 മാർക്കിനാണ് എന്ത് ചോദിക്കുക? മാപ്പ് ചോദിക്കുക. അതിൽ 3 മാർക്കിനുള്ള കാര്യങ്ങൾ ചോദിക്കുക ചാപ്റ്റർ 7 നിന്നാണ്. ചാപ്റ്റർ 7 നിന്ന് 3 മാർക്കുള്ള കാര്യവും ചാപ്റ്റർ 8 നിന്ന് 1 മാർക്കിനുമാണ് ചോദിക്കുക. ചാപ്റ്റർ 7 എന്തൊക്കെ ചോദിക്കുക? നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്, ഉത്തരപർവ്വത മേഖലയിലെ മലകൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. പിന്നെ റിവേഴ്സ്, നദികളിൽ നിന്ന് ഏതെങ്കിലും ഒരു നദി ചോദിക്കാം. പെനിൻസുല പ്ലേറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇനി പോർട്സ് അഥവാ തുറമുഖങ്ങൾ, അത് 8ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, നിങ്ങൾക്ക് 10ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മോട്ടിവേഷൻസ് വേണം, ടെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edu. ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോ ചെയ്തൊക്കെ വെക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താടാ? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തരപർവ്വത മേഖലകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും മൗണ്ടൻസ്, ഇത്രയും പർവ്വതങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും എന്തിനു ചോദിക്കുക? എക്സാമിന് ചോദിക്കുക. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഈ 1 മാർക്ക് ചെയ്ത്, ഈ 1 എന്ത്? ഈ കളർ വേണ്ട. ഈ 1 എന്ത്? കാരക്കോറം അല്ലെ? ഈ 1 മാർക്ക് ചെയ്ത സാധനമാണ് എന്ത്? കാരക്കോറം. ഈ 1 എന്ത്? കാരക്കോറം. ഇനി ആ കാരക്കോറത്ത് നേരെ താഴെയുള്ള 2 എന്ത്? ലഡാക്ക്. ആ കാരക്കോറത്ത് നേരെ താഴെയുള്ള 2 എന്ത്? ലഡാക്ക്. ആ ലഡാക്കിന് നേരെ താഴെയുള്ള 3 എന്ത്? സസ്കർ. ശ്രദ്ധിക്കണേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇത് 3 എവിടെയാണ് കിടക്കുന്നത്? അടുത്തടുത്താട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ ആരാളുള്ളത്? കാരക്കോറമാണ്. അതിന് താഴെ ആരാളുള്ളത്? ലഡാക്കാണ്. അതിന് താഴെയുള്ളത് ആരാണ്? സസ്കർ ആണ്. ഇനി ഇതാണ് എന്ത്? ഹിമാദ്രി. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന 1 എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എന്ത്? എന്താണ്? ഹിമാചൽ. ഇതാണ് എന്ത്? ഹിമാചൽ. ഇതാണ് എന്ത്? ഇതാ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന 1 എന്ത്? ശിവാലിക്സ്. എന്താടാ? ശിവാലിക്സ്. ശ്രദ്ധിച്ചു വെച്ചോ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്, അതും അടുത്തടുത്ത. അടുത്തത് ഈ 1 മാർക്ക് ചെയ്താണ് എന്ത്? ഈ 1 എന്ത്? പത്കായ്ബും. ഈ 2 എന്ത്? ഗാരോ ഹിൽസ്. ഈ 3 എന്ത്? ഈ 2 എന്ത്? നാഗ ഹിൽസ് ആണ്. 2ാമത്തെ എന്താ? നാഗ ഹിൽസ് ആണ്, മാറിപ്പോയി. 1ാമത്തെ എന്താ? പത്കായ് ബുമാണ്. 2ാമത്തെ എന്താ? നാഗ ഹിൽസ്. അതേപോലെ ഈ 3 മാർക്ക് ചെയ്താണ് എന്ത്? ഗാരോ കാസി ജയന്തിയ ഹിൽസ്. ഇവിടെയാണ് എന്തുള്ളത്? ഗാരോ കാസി ജയന്തിയ ഹിൽസ് ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്? മിസോ ഹിൽസ്. ഇതാണ് മിസോ കുന്നുകൾ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ഈ 1 മാർക്ക് ചെയ്താണ് ഏത്? പത്കായ്ബും. ഈ 2 മാർക്ക് ചെയ്താണ് ഇത്? നാഗ ഹിൽസ്. ഈ 4 മാർക്ക് ചെയ്താണ് ഇത്? മിസോ ഹിൽസ് അഥവാ മിസോ കുന്നുകൾ. ഇവിടെ കുറച്ച് മാറി നിൽക്കുന്ന 1 ഏത്? ഗാരോ കാസി ജയന്തിയ ഹിൽസ് അഥവാ ഗാരോ കാസി ജയന്തിയ കുന്നുകൾ. ഇത് പഠിച്ചു വെക്കണേ. ഇവിടെയാണ് എന്ത്? ഇതാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് കേട്ടോ. ഈ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ റേഞ്ചസ്, വടക്ക് കിഴക്കൻ പർവ്വത മേഖലയിലുള്ള മലകളാണ് പൊതുവെ എക്സാമിന് ചോദിക്കാറ്. 1 പത്കായ് ബും ഉണ്ട്, 2 നാഗ ഹിൽസ് ഉണ്ട്. ഇവിടെയാണ് ഗാരോ കാസി ജയന്തിയ ഹിൽസ് ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്? മിസോ ഹിൽസ്, മിസോ കുന്നുകൾ കേട്ടോ. അപ്പോൾ ഈ 10ൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. അടുത്തത് റിവേഴ്സ് അഥവാ നദികളാണ്. നദികൾ ഈ ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര, ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, അങ്ങനെ അങ്ങോട്ട് എക്സാം ചോദിക്കാറ്. എന്നാലും മനസ്സിലാക്കി വെക്കുക, ഇതാണ് എന്ത്? ഗംഗ. ഇതാണ് എന്ത്? ബ്രഹ്മപുത്ര. ഇതാണ് എന്ത്? ഇൻഡസ്. പക്ഷെ ഇതിൽ എക്സാമിന് ചോദിക്കുക ഈ 6 ശ്രദ്ധിച്ചോ. 1 നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഈ 6 ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോ, ഇതാണ് എന്ത്? നർമ്മദയും താപ്തിയും. ഇതാണ് എന്ത്? നർമ്മദയും താപ്തിയും കേട്ടോ. പഠിച്ചു വെച്ചോ, ഇതാണ് എന്ത്? നർമ്മദയും താപ്തിയും. ശ്രദ്ധിക്കണം, ഇതാണ് എന്ത്? നർമ്മദയും താപ്തിയും. ഇനി ഏറ്റവും താഴെ കിടക്കുന്നതാണ് എന്ത്? ഏറ്റവും താഴെ കിടക്കുന്നതാണ് എന്ത്? കാവേരി. ഏറ്റവും താഴെ കിടക്കുന്നതാണ് എന്ത്? കാവേരി. ആ കാവേരിക്ക് കുറച്ച് മുകളിലായിട്ടുള്ളതാണ് എന്ത്? കൃഷ്ണ. ഏറ്റവും താഴെ കിടക്കുന്നത് എന്താണ്? കാവേരിയാണ്. ആ കാവേരിക്ക് കുറച്ച് മുകളിലായിട്ട് എന്തുണ്ട്? കൃഷ്ണയുണ്ട്. പിന്നെയുള്ളത് ഏതാടാ? മഹാനദിയും അതേപോലെ തന്നെ ഗോദാവരിയുമാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നിൽക്കുന്ന ഈ ഒരു സാധനമാണ് എന്ത്? ഗോദാവരി. ഇവിടെയാണ് എന്തുള്ളത്? ഇതാട്ടെ ഗോദാവരി എന്ന് പറഞ്ഞ നദി. ഈ നദിയാണ് എന്ത്? ഗോദാവരി എന്ന് പറഞ്ഞ നദി. ഈ നദിയാണ് എന്ത്? മഹാനദി എന്ന് പറഞ്ഞ നദി. അപ്പൊ ഈ നദികളിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോ, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ, പിന്നെ
ഗോദാവരി, മഹാനദി. ഈ 6 ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. അപ്പം നർമ്മദയുടെയും താപ്തിയുടെയും സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നർമ്മദയാണ്, ഇത് താപ്തിയാണ്, ഇത് കാവേരിയാണ്, ഇത് കൃഷ്ണയാണ്, ഇത് ഗോദാവരിയാണ്, ഇത് മഹാനദിയാണ്. ഈ നദികളുടെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ദ പെനിൻസുല പ്ലേറ്റ്, ഉപദ്വീപീയ പീഠഭൂമിയിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, ഈ ABCD ആയി നോക്കുക. ഈ എന്ന് മാർക്ക് ചെയ്താണെന്ത് ആരവല്ലി കേട്ടോ. ഈ എന്ന് മാർക്ക് ചെയ്താണെന്ത് ആരവല്ലി പർവ്വതനിരകൾ. ഈ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, വൈറ്റ് എടുക്കാം. ഈ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് എന്ത് മൽവ പ്ലേറ്റ് അഥവാ മൽവ പീഠഭൂമി. എ എന്ന് മാർക്ക് ചെയ്തതാണ് ആരവല്ലിയാണ്, ബി എന്ന് മാർക്ക് ചെയ്തതാണ് മൽവ പ്ലേറ്റ് അഥവാ മൽവ പീഠഭൂമിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സി എന്ന് മാർക്ക് ചെയ്താണ് വിന്ധ്യ പർവ്വതനിരകൾ, ഡി എന്ന് മാർക്ക് ചെയ്താണ് സത്പുര പർവ്വതനിരകൾ. സി എന്ന് മാർക്ക് ചെയ്ത് ഏതാടാ വിന്ധ്യ പർവ്വതനിരയാണ്, ഡി എന്ന് മാർക്ക് ചെയ്ത് ഏതാ സത്പുര പർവ്വതനിരയാണ്. ഇനി ഇയും എഫും ജിയും നമുക്ക് നോക്കാം. ഇ എന്ന് മാർക്ക് ചെയ്ത് ഏതാടാ, ഇ എന്ന് മാർക്ക് ചെയ്ത് ഈ എന്ന് മാർക്ക് ചെയ്താ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്. ഇതാണ് ഈ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇവിടെയാണ് ആര് വരുന്നത്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് എന്ന് മാർക്ക് ചെയ്തത് ശ്രദ്ധിക്കണേ. ഈ എഫ് എന്ന് മാർക്ക് ചെയ്താണ് കച്ച് പെനിസുല. ഈ ജി എന്ന് മാർക്ക് ചെയ്താണ് കത്തിയോർ പെനിസുല. ശ്രദ്ധിക്കണേ, ഈ എഫ് എന്ന് മാർക്ക് ചെയ്ത് കച്ച് ഉപദ്വീപാണ്, ജി എന്ന് മാർക്ക് ചെയ്ത് കത്തിയോർ ഉപദ്വീപാണ്. ഇനി നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ അടുത്ത ഏതാ എച്ച് ഉണ്ട്, ഐ ഉണ്ട്, പിന്നെ വെസ്റ്റേൺ ഘട്ട് ജെ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച കാര്യം എന്താണ് ഈ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഡെക്കാൻ പീഠഭൂമി. ഇതാണ് ഡെക്കാൻ പ്ലേറ്റ് കേട്ടോ. ഇതാണ് എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമി. പിന്നെ വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും ഇതാണ് ഈ നീണ്ട് കിടക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക വെസ്റ്റേൺ ഘട്ട്. ഇതാണ് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ഇതാണ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ടം. ഇത് ഓർത്ത് വെച്ചോട്ടോ. അപ്പൊ ഈ ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യേണ്ടത്, പെനിൻസുല പ്ലേറ്റ്യൂസിലെ പ്ലേറ്റ്യൂസ് അഥവാ പീഠഭൂമികൾ. അപ്പൊ ശ്രദ്ധിച്ചോ, ഇത് മൽവ പ്ലേറ്റ് മൽവ പീഠഭൂമിയാണ്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. ഈ ഡെക്കാൻ പ്ലേറ്റുവിന് 2 സൈഡിലായിട്ട്, ഡെക്കാൻ പീഠഭൂമിയുടെ 2 സൈഡായിട്ട് കേരളത്തിലൂടെ പോകുന്ന ഒന്നാണ് വെസ്റ്റേൺ ഘട്ട്. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏതുവരെ, ഒരു ഗുജറാത്തിന് അറ്റ വരെ മാർക്ക് ചെയ്തത് ഏത് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ഇനി ഈസ്റ്റേൺ ഘട്ട് ഇങ്ങനെ പോയിട്ട് ഇതുവരെയാണ് ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ടം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് ഏതെങ്കിലും ഒന്ന് എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും. അടുത്തത് എന്താടാ, പോർട്സ് അഥവാ തുറമുഖങ്ങളാണ്. ശ്രദ്ധിക്കണം, അടുത്ത ഏതാടാ പോർട്സ് അഥവാ തുറമുഖങ്ങളാണ്. ഇതാണ് ഏത് ഗുജറാത്തിലെ കണ്ട്ല പോർട്ട്. ഏത് മാർക്ക് ചെയ്താണ് ഇത് ഗുജറാത്തിലെ കണ്ട്ല പോർട്ട്. ബി എന്ന് മാർക്ക് ചെയ്താണ് മഹാരാഷ്ട്രയിലെ മുംബൈ പോർട്ട്. സി എന്ന് മാർക്ക് ചെയ്താണ് മഹാരാഷ്ട്രയിലെ 2ാമത്തെ പോർട്ടായിട്ടുള്ള നേവാശെവ. ശ്രദ്ധിക്കണേ, എ ഗുജറാത്തിലെ കണ്ട്ലയാണ്, ബി മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്, സി നേവാശെവയാണ്, ഡി ഏതാടാ മർമഗോ ആണ്, ഈ ഏതാടാ മംഗലൂരു, ഈ ഏതാണ് മംഗലാപുരം പോർട്ടാണ്. എഫ് നമ്മുടെ കൊച്ചി, കേരളത്തിന്റെ സ്വന്തം കൊച്ചിയാണ് ഇത് എഫ്. ഇനി ഇവിടെ ജി എന്ന് മാർക്ക് ചെയ്ത് ഏതാടാ ടൂർക്കോയിൻ അഥവാ തൂത്തുക്കുടിയാണ്. ഇനി എച്ച് എന്ന് മാർക്ക് ചെയ്തത് ഏതാടാ നമ്മുടെ ചെന്നൈ പോർട്ടാണ്. ഐ എന്ന് മാർക്ക് ചെയ്ത് ഏതാടാ വിശാഖപട്ടണം പോർട്ട്. ഇതാണ് വിശാഖപട്ടണം പോർട്ട്. HI ജെ എന്ന് മാർക്ക് ചെയ്ത് ഏതാടാ പരാദ്വീപ് ആട്ടെ. ജെ എന്ന് മാർക്ക് ചെയ്ത് ഏതാ പരാദ്വീപ് ആണ്. പിന്നെ HIJK എന്ന് പറഞ്ഞ ഏതാണ് ഹൽദിയാണ്. എൽ എന്ന് പറഞ്ഞ ഏതാണ് നമ്മുടെ കൊൽക്കത്ത പോർട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോ, ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗുജറാത്തിലുള്ള കണ്ട്ല, മഹാരാഷ്ട്രയിലുള്ള മുംബൈ നേവാശെവ. ശ്രദ്ധിക്കണം, മഹാരാഷ്ട്രയിലെ മുംബൈ നേവാശെവ, പിന്നെ അത് മർമഗോ, ഗോവയിലെ മർമഗോ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പരാദ്വീപ്, ഹൽദിയ, കൊൽക്കത്ത. ഈ 12 പോർട്ടിൽ ഏതെങ്കിലും ഒരു പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുറമുഖം എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ഥാനവും നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കട്ടോ. ഞാൻ അവിടെ വേണമെങ്കിൽ ഇങ്ങനെ ABCDEF GHIJKL ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാണ്ട്. ഈ ഒരു ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാ, റിവർ കാവേരി നദി ചോദിച്ചിട്ടുണ്ട്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, കച്ച് പെനിൻസുല, കച്ച് ഉപദ്വീപ്, കാരക്കോറം റേഞ്ച്, കാരക്കോറം പർവ്വനിര. ഒരു കൊല്ലം ചോദിച്ചതാ. അടുത്ത കൊല്ലം ചോദിച്ചത് ആരവല്ലി റേഞ്ചസിൽ, ആരവല്ലി പർവ്വനിര, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, റിവർ താപ്തി നദി, വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ഇത് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു കൊല്ലം ഇത് 2 മതി കേട്ടോ. പിന്നെ നിങ്ങൾ മോഡൽ എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻസും കണ്ടല്ലോ. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മാപ്പ് മാർക്കിങ്ങിൽ എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കുക. ഇതൊക്കെ നന്നായി പഠിച്ചു വെക്കുക, ഉഷാറായി പഠിച്ചു വെക്കുക. ഈ 4 സാധനങ്ങളാണ് നിങ്ങൾക്ക് മാപ്പിൽ ചോദിക്കുക. അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഈസി ആവും. എല്ലാം സെറ്റാക്കി തരാൻ നമ്മൾ ടീം എജ്യൂബോർഡ് ഉണ്ട്. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ, എല്ലാവർക്കും എക്സാം സിമ്പിൾ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.